എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടാരോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വെൽവിഷർ ആണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയുടെ, അങ്ങനെ ഒരു വ്യക്തി എല്ലാവരുടെ ജീവിതത്തിലും എന്തായാലും ഉണ്ടാവാതിരിക്കില്ല, അദ്ദേഹത്തിന്റെ ആ വ്യക്തിയുടെ യഥാർത്ഥ മുഖം എന്താണ്? യഥാർത്ഥത്തിൽ അവർ നിങ്ങളുടെ വെൽവിഷർ തന്നെയാണോ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലിരിപ്പ് മറ്റെന്തെങ്കിലുമാണോ? നമുക്കൊന്ന് നോക്കിയാലോ. പുറമെ എപ്പോഴും നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും എന്നാൽ ഉള്ളിൽ നിങ്ങളോടുള്ള മറ്റെന്തോ വികാരങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു കപട വ്യക്തിയാണോ ആ വെൽവിഷർ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിനർത്ഥം നിങ്ങളുടെ വെൽവിഷേഴ്സ് എല്ലാവരും കപടന്മാരാണ്, വ്യാജ വ്യക്തികളാണ്, ആത്മാർത്ഥത ഇല്ലാത്തവരാണ് എന്നൊന്നുമല്ല. പക്ഷെ യഥാർത്ഥ നിറം, അവര് എന്താണ് യഥാർത്ഥത്തിൽ, അവർക്ക് അങ്ങനെ അവർ കാണിക്കുന്നത് തന്നെയാണോ ഉള്ളിലും ഉള്ളത്? അവരുടെ താല്പര്യം സത്യസന്ധമാണോ എന്നൊന്ന് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കാർഡ്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 6 of Wands, Moon card, Strength, Chariot, 9 of Cups, King of Swords, 4 of Swords, Devil card, Lovers, Hermit, Star card, and this one, Wheel of Fortune. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടത് നിങ്ങളുടെ വെൽവിഷർ യഥാർത്ഥത്തിൽ ഒരു വെൽവിഷർ തന്നെയാണോ, അതോ അവർ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കുന്നുണ്ടോ എന്നതാണ്. കാരണം നിങ്ങളുടെ കൂടെയുള്ള, നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തി യഥാർത്ഥത്തിൽ വെൽവിഷർ ആണോ ഇല്ലയോ എന്നറിഞ്ഞുകൊണ്ട് നമ്മുടെ ലൈഫിൽ പിന്നീട് നമുക്ക് ഒരു തീരുമാനം എടുത്തൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ, ഒരു ജാഗ്രതയെങ്കിലും പാലിക്കാമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ജനറൽ കളക്റ്റീവ് റീഡിംഗ് ആണ്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മളിത് പൊതുവിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ എനർജീസിനെയും അനലൈസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് 6 of Wands ആണ്. പിന്നെ അതിനോട് ചേർന്ന് മൂൺ കാർഡും സ്ട്രെങ്ത് കാർഡും വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി, സാധാരണയുള്ള നമ്മുടെ ക്ലാസിക് ടാരോ ഡെക്കിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇതിൽ കാണുന്നത് ഒരു വിഷമിച്ചു നിൽക്കുന്ന ഒരു വിഷമമുള്ള ഒരു അവസ്ഥയല്ലേ. എല്ലാവർക്കും എന്തോ ഒരു കാര്യത്തിൽ ഒരു വിഷമമുണ്ട് ഇവരുടെയൊക്കെ മുഖത്ത്. കാർഡുകൾ നിങ്ങൾക്ക് കാണാലോ. ഈ പെൺകുട്ടിയാണെങ്കിലും വിഷമിച്ചു നിൽക്കുന്നു. ഈ സിംഹത്തിന്റെ മുഖത്ത് നോക്കൂ, എല്ലാവരും കണ്ണടച്ച് എന്തോ വിഷമിച്ച് നിൽക്കുന്ന ഒരാളിവിടെ വലിയ വിജയത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്കൊക്കെ സങ്കടമുള്ള പോലെയുള്ള ഒരു ലുക്കാണ് ഈ അടുത്ത് ഇതിനോട് ചേർന്ന് വന്നിരിക്കുന്നത്. അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, നിങ്ങൾ ജീവിതത്തിൽ ഈ 6 of Wands അത് ഉറപ്പിക്കുകയാണ്, നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ വലിയൊരു വളർച്ചയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആളുകൾ നിങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ കൂടെയുള്ള ഈ വ്യക്തി പുറമെ നിങ്ങളുടെ വിജയത്തെ അഭിനന്ദിക്കുകയും നിങ്ങളുടെ നല്ല സുഹൃത്താണെന്ന് ഭാവിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മൂൺ കാർഡ് ഇവിടെ കാണിക്കുന്നത് ഏറ്റവും വലിയ കപടതയെയും ഒളിച്ചുവെക്കലിനെയുമാണ്. ഈ വ്യക്തി യഥാർത്ഥത്തിൽ ഒരു വെൽവിഷർ അല്ല എന്ന് ഈ കാർഡ് കൃത്യമായിട്ട് അടിവരയിട്ട് പറയുന്നു. പുറമെ ചിരിക്കുമെങ്കിലും ഉള്ളിൽ വലിയ രീതിയിലുള്ള നിരാശയും വഞ്ചനാപരമായ ചിന്തകളും കടുത്ത അസൂയയും ഇവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് മോശമായി സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമേജ് തകർക്കാനോ ഇവർ രഹസ്യമായി ശ്രമിക്കുന്നുണ്ടാകാം എന്നാണ് ഈ കാർഡ് നൽകുന്ന സൂചന. എന്നാൽ ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങളുടെ കൂടെയുള്ളത് ഈ സ്ട്രെങ്ത് കാർഡാണ്. ഈ വ്യക്തിയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ആത്മവിശ്വാസവും വിവേകവും നിങ്ങൾക്കുണ്ടെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. കൂട്ടത്തിലുള്ള ആള് യഥാർത്ഥത്തിൽ ആരാണ്,
എന്താണ് അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം നിങ്ങൾക്കുണ്ട്. അതുള്ളത് കൊണ്ട് തന്നെ അവരുടെ കപടതയ്ക്ക് നിങ്ങളുടെ വളർച്ചയെ തടയാൻ ഒരിക്കലും സാധിക്കില്ല. നമുക്ക് ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് ഒളിച്ചു വെച്ചിരിക്കുന്ന കപടതയുടെ ആഴം, ആ മൂൺ കാർഡ് സൂചിപ്പിക്കുന്ന ആ വഞ്ചനയുടെ ആഴം എത്രത്തോളം ഉണ്ട്, അവർ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ബാക്ക് സ്റ്റാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. അതിനിവിടെ 2 കാർഡുകൾ, ഈ ഒരു കാർഡ് കൊണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എടുക്കാം. ഇത് കൂടി ഓക്കെ. 2 of Swords, Tower card, Ace of Cups. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ കാർഡ് 2 of Swords ആണ്. ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ ഭയങ്കര കൺഫ്യൂഷൻ അഭിനയിക്കുകയാണ്. അവർക്ക് നിങ്ങളോട് സംസാരിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്ന രീതിയിൽ ഒരു ധാരണയില്ലാതെ അവർ നിൽക്കുകയാണ്. അതായത് കണ്ണുകൾ കെട്ടി വെച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് അവർ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കൺഫ്യൂഷനിലാണ് അവർ. എന്നിട്ട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ അവര് ബിഹേവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അവര് അഭിനയിക്കുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ എന്ത് പറയണമെന്ന് കറക്റ്റായിട്ട് അറിയാത്തതുപോലെ നടിക്കുന്നുണ്ടാവും. എനിക്കിതൊന്നും അറിയില്ല എന്ന രീതിയിൽ അങ്ങനെ ഒരു ഭാവം. എന്ത് ചെയ്യണം, നിങ്ങളോട് എന്താണ് കറക്റ്റ് ആയിട്ട് ഒരു കാര്യം ഗൈഡ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഒന്നും അറിയാത്ത പോലെ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല, നിങ്ങളെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്ത തരത്തിൽ കണ്ണടച്ചു നിൽക്കുന്ന പോലെ, ഒരു ഹെൽപ്പും ചെയ്യാത്ത രീതിയിൽ, എന്നാൽ നിഷ്കളങ്കതയോടുകൂടി അങ്ങനെ അഭിനയിച്ചു നിൽക്കുന്നു. അത് നിഷ്കളങ്കതയല്ല, മനഃപൂർവ്വം ചെയ്യാത്തതാണ്. ഇവിടെ തൊട്ടടുത്ത് കിട്ടിയിരിക്കുന്നത് ടവർ കാർഡാണ്. ഇതാണ് ഈ റീഡിംഗിലെ ഏറ്റവും വലിയ മുന്നറിയിപ്പ്. ഈ വ്യക്തി മനസ്സിൽ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ തകർച്ചയാണ്. നിങ്ങൾ കെട്ടിപ്പൊക്കിയ കരിയറോ നിങ്ങളുടെ സന്തോഷമുള്ള ജീവിതമോ പെട്ടെന്നൊരു ദിവസം തകർന്നു വീഴണമെന്നിവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഉള്ളിലെ അസൂയ അത്രത്തോളം തീവ്രമാണ് എന്നാണ് അർത്ഥം. നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ കാണാൻ ഇവർ കാത്തിരിക്കുകയാണ്. അതായത് ഇവർ വെയിറ്റിംഗ് പീരിയഡിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തിരിച്ചടി കിട്ടാൻ വേണ്ടിയിട്ട്. തകർച്ച, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിജയത്തിന് പകരം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല ജീവിതത്തിന് പകരം അതിൽ നിന്ന് പെട്ടെന്ന് ഒരു തകർച്ച നിങ്ങൾക്കുണ്ടാവണമെന്ന് വിചാരിച്ചവർ നിൽക്കുകയാണ്. എന്നാൽ തൊട്ടടുത്ത് വന്നിരിക്കുന്ന മൂന്നാമതായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ 2 നെഗറ്റീവ് എനർജിയെയും തകിടം മറിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഏസ് ഓഫ് കപ്സ് ആണ്. അതായത് അവർ നിങ്ങളുടെ തകർച്ച എത്രത്തോളം ആഗ്രഹിച്ചാലും യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് ഒരു പുതിയ തുടക്കവും അളവറ്റ സ്നേഹവും മനസമാധാനവുമാണ്. ഉള്ളിലെ നന്മയും അതുപോലെ തന്നെ യൂണിവേഴ്സിന്റെ ഒരു സപ്പോർട്ടും കാരണം അവരുടെ ഒരു കുതന്ത്രവും നിങ്ങളുടെ മേൽ ഫലിക്കില്ല. നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷത്തിന്റെ ഒരു പുതിയ ഒഴുക്ക് തന്നെയാണ് വരാൻ പോകുന്നതെന്നാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡുകൾ നൽകുന്ന സൂചന. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങളുടെ വളർച്ചയും വിജയങ്ങളും അവരെ അത്രത്തോളം അസ്വസ്ഥരാക്കുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരെ ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് തള്ളിവിടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് അവരെ ഇങ്ങനെ ഉറക്കമില്ലാത്ത പോലത്തെ ഒരു, നിങ്ങളുടെ കാര്യം ഓർത്ത് ഇങ്ങനെ ഉറക്കമില്ലാത്ത അവസ്ഥയിലേക്ക് അവരെ തള്ളിവിടുന്നത് എന്ത് കാര്യങ്ങളാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. തൊട്ടടുത്ത് വന്നിരിക്കുന്ന ചാരിയറ്റ്, 9 ഓഫ് കപ്സ്, സ്റ്റാർ കാർഡ് എന്നിവയുടെ എനർജിയിലേക്കാണ്. അതായത് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ചാരിയറ്റ് കാർഡ് സൂചിപ്പിക്കുന്നത് പോലെയാണ്. പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അതിവേഗം മുന്നോട്ട് കുതിക്കുന്ന ഒരു രഥം പോലെയാണ് നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഒന്നിനും തളരാതെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നേറുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ വിജയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങളുടെ മുന്നോട്ടുള്ള കുതിപ്പ്, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഓരോന്നായി സഫലമാകുന്ന ഒരു കാര്യവും ഇവിടെ ഈ 9 ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ആഗ്രഹങ്ങളും സഫലമാക്കിക്കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ഈ വ്യക്തിയുടെ ഉള്ളിൽ കടുത്ത അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് കിട്ടാത്തതൊന്നും നിങ്ങൾക്ക് കിട്ടേണ്ടതില്ല എന്നുള്ള ഒരു തോന്നല്. അതായത്
എനിക്കിത് എന്തുകൊണ്ട് കിട്ടുന്നില്ല, ഇയാൾക്ക് മാത്രം എന്തുകൊണ്ട് ഇതൊക്കെ കിട്ടുന്നു, ഇയാൾ മാത്രം എങ്ങനെ എപ്പോഴും ഹാപ്പി ആയിരിക്കുന്നു എന്ന ചിന്ത അവരെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നാണ്. അതിലുപരിയായിട്ട് ഇവിടെ സ്റ്റാർ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളെ, ഇങ്ങനെയൊക്കെയാണ് സാഹചര്യമെങ്കിലും നിങ്ങളെ യൂണിവേഴ്സ് ഒരു നക്ഷത്രത്തെ പോലെ, സ്റ്റാറിനെ പോലെ ഉയർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നാണ്. നിങ്ങളുടെ പ്രശസ്തിയും നിങ്ങളിലേക്ക് വരുന്ന പുതിയ അവസരങ്ങളും ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുന്നതെല്ലാം കാണുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റാറിനെ പോലെയുള്ള ഒരു വളർച്ചയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ഈ വ്യക്തിക്ക് രാത്രികളിൽ സമാധാനത്തോടെ ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നതാണ്. പുറമെ നിങ്ങളുടെ വിജയങ്ങളിൽ അവർ സന്തോഷം അഭിനയിക്കുമെങ്കിലും ഉള്ളിൽ അവരുടെ സമാധാനം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നാണ് ഈ കാർഡുകൾ പറയുന്നത്. നിങ്ങൾക്ക് തന്നെ ഇപ്പോ ചിലപ്പോൾ സംശയം തോന്നാം, ഇത്രമാത്രം വിജയങ്ങൾ, അതായത് 9 ഓഫ് കപ്സ് കാണിക്കുന്നത് പോലെ ഇവിടെ പറഞ്ഞതുപോലെ വല്ലാത്തൊരു വിജയ രഥത്തിലേറി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി ഫീൽ ചെയ്യണം എന്നില്ല, എല്ലാവർക്കും ഫീൽ ചെയ്യണം എന്നില്ല. നമുക്കൊന്ന് നോക്കാം നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് മേഖലയെ പറ്റിയാണ്. ചിലപ്പോൾ ഒരു ഹാപ്പി ലൈഫ് ആയിരിക്കും, വലിയൊരു വിജയമൊന്നും ആയിരിക്കില്ല. എന്ത് കാര്യമാണ് അവരെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? നിങ്ങളുടെ കരിയർ ആണോ, ഫിനാൻസ് ആണോ, നിങ്ങളുടെ ഫാമിലി ലൈഫ് ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. കരിയർ ആണോ, ഫിനാൻസ് ആണോ, ഫാമിലി ലൈഫാണോ, റിലേഷൻഷിപ്പ് ആണോ? നമുക്ക് അങ്ങനെ നോക്കാം. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലെ വിജയവും എന്നുകൊണ്ട് ഒന്നും മാറ്റി നിർത്താൻ പറ്റുന്നില്ല. എല്ലാം കൂടി ചേർന്നിട്ടുള്ള അസൂയയാണ് അവർക്കുള്ളതെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാലും നമുക്ക് പ്രത്യേകമായിട്ട് എടുത്തു നോക്കാം. കരിയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നമുക്ക് കിട്ടിയത് എംപറർ കാർഡാണ്. നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിലെ അധികാരവും നേതൃത്വവും അങ്ങനെ ഒരു പൊസിഷനിലോ അങ്ങനെ ഒരു കപ്പാസിറ്റിയിലോ ആണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അത് അവർക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളൊരു എംപററിനെ പോലെ, അതായത് സ്വന്തം ജീവിതത്തിന്റെ കടിഞ്ഞാൺ കയ്യിലുള്ള ആത്മവിശ്വാസമുള്ള ഒരാളായി വളരുന്നത് ഇവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ കരിയറിലെ ഉയർച്ച അവർക്ക് എപ്പോഴും ഒരു ഭീഷണിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് എന്തായാലും ഉള്ളത് തന്നെയാണ്. അവരുടെ ഉറക്കം കെടുത്തുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഉറക്കം കെടുത്തുന്നതിനെ പറ്റി, ഉറക്കമില്ലാത്ത രാത്രികളെ പറ്റി പറയുന്ന കാർഡാണ് ഈ 9 ഓഫ് സൂട്ട്സ്. അത് നമ്മൾ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ആ കാർഡ് വന്നിരിക്കുന്നത്. അപ്പോൾ അക്കാര്യം ഉറപ്പാണ്. നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് ഓർത്താണ് ഇവർ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് പീഡ അനുഭവിക്കുന്നത്. നിങ്ങൾ സാമ്പത്തികമായി സുരക്ഷിതരാണെന്നും പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും ബുദ്ധിമുട്ടുന്നില്ലെന്നും അങ്ങനെയാണ് അവർ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ കാണുന്നത്. അത് കാണുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു കാര്യം ചിന്തിച്ച് അവർ രാത്രി ഉറങ്ങാതെ കിടക്കുകയാണ്. ഇനി നിങ്ങളുടെ ഫാമിലി ലൈഫിനെ പറ്റി അവരുടെ തോന്നൽ എന്താണ്? നിങ്ങളുടെ കുടുംബത്തിലെ സമാധാനം, സ്വസ്ഥത, അല്ലെങ്കിൽ നിങ്ങളുടെ വൈകാരികമായ ഒരു പക്വത, ഇതൊക്കെ അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. ഒരു കിങ് ഓഫ് കപ്സിനെ പോലെ നിങ്ങൾ വൈകാരികമായി ബാലൻസ്ഡ് ആയിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ എളുപ്പത്തിൽ പ്രകോപിപ്പിക്കാൻ കഴിയില്ലെന്ന് ഇവർക്ക് മനസ്സിലാകുന്നു. നിങ്ങളുടെ ഫാമിലി ലൈഫിലൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നിങ്ങൾ നല്ല കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇതും അവർക്ക് വലിയ രീതിയിൽ അസൂയ ഉണ്ടാക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പൊതുവിൽ നമുക്ക് വ്യക്തിബന്ധങ്ങൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന സുരക്ഷിതത്വവും ദൃഢതയും സമൃദ്ധിയും അവരെ അസൂയപ്പെടുത്തുന്നു. നല്ല ബന്ധങ്ങൾ ഒരുപാടുണ്ട് നിങ്ങൾക്ക്. ഒരു ക്യൂൻ ഓഫ് പെന്റക്കിൾസിനെ പോലെ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുന്നതും ബന്ധങ്ങളിൽ വലിയ ശ്രദ്ധ കൊടുക്കുന്നതും ഇവർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അത് തന്നെ ആ കാര്യം അവരെ വളരെ ഇറിറ്റേറ്റ് ചെയ്യുന്നുമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സെറ്റിൽഡ് ആയ അവസ്ഥയാണ് ഇവർക്ക് ഉറക്കം നഷ്ടപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് പകരം ഇതെല്ലാം അനുഭവിക്കേണ്ടത് അവരാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സൗഭാഗ്യങ്ങളൊക്കെ അവർക്കാണ് വേണ്ടത് എന്ന് അവർ ആഗ്രഹിക്കുന്നു. അതാണ് കാര്യം. പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് ഉള്ളതിൽ അവർ വളരെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡൊക്കെ ആയിരിക്കും നിങ്ങളോട് പ്രകടിപ്പിക്കുന്നത്. അതൊക്കെ കപടമായ കാര്യമാണെന്ന് എന്തായാലും തിരിച്ചറിഞ്ഞ് തന്നെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. നേരത്തെ പോലെ ക്ലാരിഫിക്കേഷൻ കാർഡ് സൈഡിലേക്ക് വെക്കുകയാണ്. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ മാത്രം നമുക്കത് എടുത്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കേണ്ടത്, ഈ വ്യക്തി യഥാർത്ഥത്തിൽ എന്താണ് അവരുടെ പ്ലാൻ? എന്താണ് അവർ പ്ലാൻ ചെയ്യുന്നത്? ഇവർ നിങ്ങളോട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ കൂടെ നടക്കുന്നത്? എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും. ഇനി മിസ്ലീഡ് ചെയ്യണം, തെറ്റായ ഒരു വഴിയിലൂടെ നിങ്ങളെ കൊണ്ടുപോകണം, അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ആ ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് സോട്ട്സ് ആണ്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തി വളരെ ബുദ്ധിപൂർവം
അതുപോലെ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് നിങ്ങളുടെ കൂടെ നടക്കുന്നതെന്നാണ്. ഇവർ വികാരങ്ങൾക്ക് അടിപ്പെട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നതും പറയുന്നതും ഒന്നും. വളരെ ലോജിക്കലായി നിങ്ങളെ എവിടെ വെച്ച് പൂട്ടണം, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ് എന്നൊക്കെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഓരോ നിമിഷവും നിങ്ങളോടൊപ്പം ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉള്ള സമയത്തെല്ലാം അവർ ഒരു പ്ലാനിങ്ങോടുകൂടി, പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ, തന്ത്രശാലിയായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് അവർ, തന്ത്രപരമായ ഒരു മൈൻഡ് സെറ്റോടു കൂടിയാണ് അവർ നിൽക്കുന്നത്. അത്രയും വലിയ വളരെ തന്ത്രശാലിയായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റുള്ള വ്യക്തിയാണ് ഇവർ. ഇതിനോട് ചേർന്ന് നമുക്ക് വന്നിരിക്കുന്നത് 4 ഓഫ് സോർഡ്സ് ആണ്. ഇവർ ഇപ്പോൾ പെട്ടെന്നൊരു ആക്രമണത്തിന് മുതിരില്ല, എന്തായാലും അങ്ങനെ അവർ ചിന്തിച്ചിട്ടില്ല. പുറമേക്ക് വളരെ ശാന്തരായിട്ട് നിശബ്ദരായിട്ട് കാര്യങ്ങൾ വീക്ഷിച്ചുകൊണ്ട് വേണ്ട സമയത്തിനായിട്ട് കാത്തിരിക്കുക എന്ന തന്ത്രമാണ് ഇവർ പയറ്റുന്നത്. ഇവർ ഇപ്പോൾ നിങ്ങളോട് അനാവശ്യമായി വഴക്കിടാനൊന്നും വരില്ല. ഒരു നല്ല സമയത്തിനായിട്ട് അവർ കാത്തിരിക്കുകയാണ് എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഒരു തക്ക സമയം അവർക്ക് കിട്ടുമെന്നും ആ സമയത്ത് നിങ്ങളെ അവിടെ വെച്ച് കൈകാര്യം ചെയ്യാമെന്നും അവർ മനസ്സിൽ വിചാരിച്ച് ഇപ്പോൾ ഒരു സമാധാനം പാലിച്ച് അവർ നിൽക്കുകയാണ്. ഇതിന്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്ന കാർഡിന്റെ ഒരു എനർജി നിങ്ങൾ കണ്ടോ? ഡെവിൾ കാർഡാണ്. ഇതാണ് ഇവരുടെ യഥാർത്ഥ ഉദ്ദേശം. ഇവർക്ക് നിങ്ങളുടെ മേൽ ഒരു നിയന്ത്രണം വേണം. ഒന്നുകിൽ നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കി നിങ്ങളെ മാനസികമായിട്ട് തളർത്തുക, അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും തരത്തിലുള്ള കെണിയിലോ ട്രാപ്പിലോ അനാവശ്യ ബാധ്യതകളിലോ ചാടിച്ച് കുഴപ്പത്തിലാക്കുക. നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ വിജയങ്ങളെയും നെഗറ്റീവ് എനർജി കൊണ്ട് മൂടാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുതരം ടോക്സിക് എനർജിയാണ് ഈ വ്യക്തിയിൽ നിന്നും എന്തായാലും വരുന്നത്. ഈ വ്യക്തി നിങ്ങളെ ലക്ഷ്യം വെക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ആയുധം എന്താണ്? അതായത് അവർ വാക്കുകൾ കൊണ്ടാണോ നിങ്ങളെ നേരിടാം, ഒരു സമയത്തിനായി അവർ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവർ എന്ത് ചെയ്യണം എന്നാണ്? നിങ്ങളുടെ പേര് മറ്റുള്ളവർക്കിടയിൽ ചീത്തയാക്കാൻ വേണ്ടി എന്തെങ്കിലും കുതന്ത്രങ്ങൾ പയറ്റാമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നേരിട്ട് ഏറ്റുമുട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? 8 ഓഫ് കപ്സ്, ടെമ്പറൻസ്, Ace of Pentacles and Sun card. അവർ എങ്ങനെയാണ് നിങ്ങളെ തകർക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നതെങ്കിലും അത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം, ഈ കാർഡുകളുടെ എനർജി പറയാം. എന്നാലും ആദ്യം തന്നെ വന്നിരിക്കുന്ന ഒരു അഷ്വറൻസ്, അതായത് യൂണിവേഴ്സ് വന്നിരിക്കുന്ന ഒരു ഉറപ്പ് ആദ്യമായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഈ വ്യക്തി എന്തൊക്കെ കുതന്ത്രം ചെയ്താണ് നിങ്ങളെ തകർക്കാൻ നോക്കുന്നതെങ്കിലും അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഭാഗത്ത് തന്നെയായിരിക്കും വിജയം. നിങ്ങൾക്ക് അതിനെ മറികടന്ന് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് ഇവിടെ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന എനർജി. അപ്പൊ ഇവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ മനസ്സിലെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ വൈകാരികമായി തളർത്താനും നിങ്ങളെ ഒറ്റപ്പെടുത്താനും അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലോ റിലേഷൻഷിപ്പിലോ ഉള്ള നല്ലൊരു സാഹചര്യത്തിൽ നിന്ന് മനസ്സ് മടുത്തിട്ട് നിങ്ങൾ തന്നെ ഇട്ടിട്ട് പോകണം എന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള മാനസിക സമ്മർദ്ദം തരാനുമാണ് അവർ ശ്രമിക്കുന്നത്. നിങ്ങളെ മാനസികമായിട്ട് ഭയപ്പെടുത്തുക, ഭീതിയിലാഴ്ത്തുക എന്നതാണ് ഇവരുടെ ഒരു പ്രധാന ആയുധം. പക്ഷെ തൊട്ടടുത്ത് വന്നിരിക്കുന്ന ടെമ്പറൻസ് കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ ആത്മസംയമനത്തെയാണ്. ഇവർ എത്രയൊക്കെ നിങ്ങളുടെ മനസ്സ് മടുപ്പിക്കാൻ നോക്കിയാലും നിങ്ങൾ വളരെ പക്വതയോടെ, ദൈവാനുഗ്രഹത്തോടെ, യൂണിവേഴ്സിന്റെ സപ്പോർട്ടോടെ ജീവിതം ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചിരുന്നത്. അതിലും വലിയ ഒരു മാസ് എൻട്രി യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാനും പോകുന്നുണ്ട്. ഏസ് ഓഫ് പെന്റക്കിൾസും സണ്ണും അത് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അവർ നിങ്ങളെ സാമ്പത്തികമായിട്ടോ കരിയർ പരമായിട്ടോ തകർക്കാൻ നോക്കിയാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത്, അവർ അങ്ങനെ ചെയ്താൽ ഇപ്പോഴുള്ള സൗഭാഗ്യത്തെക്കാൾ ഇരട്ടിയായിട്ട് പുതിയ സാമ്പത്തിക നേട്ടങ്ങളും വൻ വിജയങ്ങളുമാണ് നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് ഒരുക്കി വെച്ചിരിക്കുന്നത്, നിങ്ങളെ കാത്തിരിക്കുന്നത്. കൂടാതെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ്, മേജർ ആർക്കാന കാർഡാണ് ദ സൺ കാർഡ്. അവർ നിങ്ങളുടെ പേര് ചീത്തയാക്കാൻ എത്രയൊക്കെ കുതന്ത്രങ്ങൾ നടത്തിയാലും ആ മൂൺ കാർഡിന്റെ എനർജി ഉണ്ടായിരുന്നല്ലോ, അതിനെയൊക്കെ മറച്ച് അവരുടെ ആ ഒരു നെഗറ്റിവിറ്റി എല്ലാം പുറന്തള്ളി നിങ്ങളുടെ സത്യാവസ്ഥയും നിങ്ങളുടെ നന്മയും സൂര്യനെ പോലെ തിളങ്ങി പുറത്തു വരും എന്നാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന എനർജി. ആളുകൾ നിങ്ങളുടെ ഒപ്പം നിൽക്കും, നിങ്ങളുടെ വിജയം ലോകം കാണും. ആ വ്യക്തിയുടെ കള്ളത്തരങ്ങൾ ഈ സൂര്യന്റെ പ്രകാശത്തിന് മുന്നിൽ ഉരുക്കി പോകും, ഒന്നും അല്ലാതായി പോകും എന്നാണ് ഇവിടെ നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പുകളെ ഈ വ്യക്തി ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? അല്ലെങ്കിൽ എന്തായിരിക്കും
അന്തിമമായിട്ട് ഇത് നമുക്ക് നോക്കണം, റിലേഷൻഷിപ്പിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്ന് നമുക്കറിയണം. ഒപ്പം നമുക്കറിയേണ്ടത് ഈ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താകും, ഈ വ്യക്തിക്ക് കിട്ടാൻ പോകുന്ന ഈ ചെയ്യുന്ന കാര്യത്തിന് കിട്ടാൻ പോകുന്ന കർമ്മഫലം എന്തായിരിക്കും, യൂണിവേഴ്സ് എന്തായിരിക്കും അവർക്ക് അവസാനം നൽകാൻ പോകുന്നത് എന്ന കാര്യം കൂടി നമുക്ക് ഈ കാർഡുകളിൽ നിന്നും നോക്കാം. നമുക്ക് ഇവിടെ ആദ്യമായിട്ട് നമ്മുടെ ഈ ചോദ്യത്തിന് കിട്ടിയിരിക്കുന്ന ഉത്തരം ലവേഴ്സ് കാർഡാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിലുള്ള നല്ല ബന്ധങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത് നിങ്ങളുടെ പങ്കാളിയോ ഉറ്റ സുഹൃത്തുക്കളോ നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറോ അങ്ങനെ നിങ്ങളുമായിട്ട് വ്യക്തിബന്ധമുള്ള ആളുകളായിരിക്കാം. ഇവരുടെ ഇടയിൽ ഈ വ്യക്തി നിങ്ങളുടെ ഈ നല്ല ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അതിന്റെ എന്തെങ്കിലും ഒരു പ്രതിഫലനം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടാകാം, നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ടാകാം. അവർക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഒന്നും അറിയാത്ത പോലെയൊക്കെ നിന്നിട്ട് ഈ ഡബിൾ എനർജി നിങ്ങളെ കയറി ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ഇത് കണ്ടില്ലേ, നേർക്കുനേർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നേർക്കുനേർ ഒരു വാക്പയറ്റോട് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചല് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നോക്കി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നാണ്. ഇത് അവർക്ക് ചില തർക്കങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടാകും. അതിന്റെ ഫലമായിട്ട് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നിന്ന് ഉൾവലിയേണ്ട ഗതി നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവും. ഒറ്റപ്പെടലോ അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അതൊരിക്കലും നിങ്ങളുടെ തകർച്ചയല്ല. നിങ്ങൾക്ക് പല ആളുകളെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് നൽകിയ ഒരു അവസരമായിട്ട് നിങ്ങൾ അതിനെ കാണണം. അതായത് നിങ്ങൾ ഈ സാഹചര്യത്തിലൂടെ ഈ അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയപ്പോൾ കൂടുതൽ പക്വതയുള്ളവരാക്കി നിങ്ങളെ ഈ സാഹചര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്നാണ്. ആരെ വിശ്വസിക്കണം, ആരെയൊക്കെ അകറ്റി നിർത്തണം, എവിടെയാണ് ഒരാളെ നിങ്ങളുടെ കാര്യങ്ങളിൽ എത്രത്തോളം അവരുമായിട്ടൊരു ബൗണ്ടറി കീപ്പ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി യൂണിവേഴ്സിന് ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. നിങ്ങൾ കുറച്ചു കാലത്തേക്ക് നിങ്ങളുടെ ചിന്തകളിലേക്ക് ഒന്ന് ഒതുങ്ങുമെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാത്തിൽ നിന്നും വിട്ടുമാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെയൊക്കെ നിലവിൽ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവാം. അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ വിവേകം ഈ വ്യാജ വ്യക്തിയുടെ കെണികളിൽ വീഴാതെ നിങ്ങളുടെ റിലേഷൻഷിപ്സിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, അതായത് പാടെ തകർന്നു പോകാതെ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വിള്ളലോ പ്രശ്നങ്ങളോ പരിക്കുകളോ പറ്റാതെ നിങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ഒരു വിവേകം ഇനി അങ്ങോട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു സംരക്ഷണ മനോഭാവത്തോടു കൂടി നിൽക്കാൻ നിങ്ങളെ സഹായിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എനർജി എല്ലാം കൂടി നമ്മളോട് പറയുന്നത്. ഇവിടെ ഏറ്റവും ഒരു എഫക്റ്റീവായിട്ട് ഒരു പോസിറ്റീവായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം അവസാനമായിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അതായത് ഭാഗ്യചക്രം. നിങ്ങളുടെ ഈ മോശം സമയം അല്ലെങ്കിൽ ഇവരൊക്കെ കാരണം നിങ്ങൾക്കുണ്ടായ തിക്താനുഭവങ്ങൾ എന്നും ഇതേപോലെയൊന്നും നിൽക്കില്ല. നിങ്ങളെ തകർക്കാൻ നോക്കിയ, നിങ്ങളുടെ വളർച്ചയിൽ ഉറക്കം നഷ്ടപ്പെട്ട, വെൽവിഷറായിട്ട് കൂടെ അഭിനയിച്ചുകൊണ്ട് നിന്ന് നിങ്ങളുടെ ബന്ധങ്ങളിൽ വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആ വ്യക്തിയുടെ സമയം മാറാൻ വേണ്ടി പോവുകയാണ്. ഒപ്പം നിങ്ങളുടെ മോശം സമയവും മാറാൻ പോകുന്നു. അവർ ചെയ്ത ദ്രോഹങ്ങളുടെ കർമ്മഫലം അവർക്ക് തന്നെ തിരിച്ചു കിട്ടുന്ന സമയമാണ് വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ കാലം കഴിഞ്ഞ് ഭാഗ്യവും വിജയവും നിങ്ങളുടെ കയ്യിലേക്ക് അതേ സമയം തന്നെ വന്നു ചേരും. അതാണ് പ്രപഞ്ചത്തിലെ കാവ്യനിധി. യൂണിവേഴ്സ് നിങ്ങൾക്ക് അർഹിച്ച നീതി ഉറപ്പായും തന്നിരിക്കുമെന്നാണ് നമ്മുടെ ടാരോയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള മേജർ ആർക്കാന കാർഡായിട്ടുള്ള ഈ വീൽ ഓഫ് ഫോർച്യൂണും അതുപോലെ നമുക്ക് നേരത്തെ സൺ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, സ്റ്റാർ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ചേർത്ത് നമുക്ക് നൽകുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യചക്രം നിങ്ങൾക്ക് അനുകൂലമായി കറങ്ങി തുടങ്ങിക്കഴിഞ്ഞു. ഇതുവരെ പുറമെ ചിരിച്ച് കൂടെ നടന്ന് ഉള്ളിൽ കപടത ഒളിപ്പിച്ച് നിങ്ങളെ ദ്രോഹിച്ചിരുന്ന ആളുകളെ തിരിച്ചറിയാൻ പോലും സാധിക്കാതെ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു വലിയ മുന്നറിയിപ്പാണിത്. അതായത് നിങ്ങൾ എപ്പോഴും ഓർക്കണം, നിങ്ങളുടെ നന്മയും നിങ്ങളോടൊപ്പം പ്രപഞ്ചത്തിന്റെ അനുഗ്രഹവും ഉള്ളിടത്തോളം കാലം ഓരോ നെഗറ്റിവിറ്റിക്കും നിങ്ങളെ തൊടാൻ കഴിയില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് ഓരോ സമയവും കടന്നു വരാം. പക്ഷെ അതൊന്നും നിങ്ങളെ തകർക്കാൻ പര്യാപ്തമാവില്ല. നിങ്ങൾക്ക് എപ്പോഴും അനുഗ്രഹമുണ്ട്, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങളുടെ ജീവിതവുമായിട്ട് നിങ്ങളുടെ സാഹചര്യവുമായിട്ട് കണക്ട് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഓർക്കണം. അടുത്ത ഒരു റീഡിംഗുമായിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനലിന്റെ മെമ്പർഷിപ്പ് ആക്റ്റീവ് ആണ്. നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാനുകൾ എടുത്ത് ചാനലിനെ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു റീഡിംഗുമായിട്ട് വീണ്ടും കാണാം. ബൈ.